ഈ ടിപ്പു സുൽത്താന്റെ കാലത്തുള്ള പോസ്റ്റ് കാർഡ് വെച്ച് ഈ ആരെ കണ്ടുപിടിക്കുന്ന പറയുന്നേ? ഞാൻ കണ്ടുപിടിച്ചോളാം. ഈ മറ്റന്നാൾ ലക്നൗ പോണേന് ഈ എന്തിനാ എപ്പോഴേ ബാഗ് പാക്ക് ചെയ്യുന്നത്? ലക്നൗ അത്രയും ദൂരത്താ? ദൂരമൊന്നുമല്ല, പക്ഷെ നമ്മൾ വെൽ പ്ലാൻഡ് ആയിരിക്കണം. കണ്ട, ഹിന്ദി മലയാളം ഭാഷാ സഹായി. അത് ലക്നൗവിൽ ഇന്ത്യ എന്നോട് ആരാ പറഞ്ഞു? അല്ലേ? അവിടെ കൊങ്ങിണിയാ, കൊങ്ങിണി. പോടാ, ഹിന്ദി തന്നെയാ. ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തോ? ഇല്ല. തൂങ്ങി പിടിച്ചു പോണ്ടി വരും. അറിയാത്ത നാട്, അറിയാത്ത ഭാഷ, അറിയാത്ത ആളുകള്. അതിനിപ്പോ എന്താ? ഇതൊക്കെ കാണണമെന്ന് എനിക്കും ആഗ്രഹമില്ലേ? ഓ വേണ്ട, ഈ വലിയ പ്രൊഫഷണൽ ഡാൻസർ അല്ലേ, എനിക്ക് കുറെ ബുക്കിംഗ് ഒക്കെ ഇല്ലേ. ഈ ഇവിടെ കുറെ പരിപാടിക്കൊക്കെ പോയി കുറെ ഏറൊക്കെ വാങ്ങി. ലക്നൗവിൽ അല്ലെങ്കിലും കാര്യമായിട്ട് കാണാനൊന്നുമില്ല. പിന്നെ ഇപ്പം അവിടെ ഭയങ്കര ചൂടാന്ന് ഞാൻ കേട്ട്. ഈ ചൂടത്ത് ഞാൻ എനക്കൊരു ആശ്വാസമായിരിക്കും. എനിക്ക് അത്ര ആശ്വാസം വേണ്ട. അപ്പം ഞാൻ പോരണ്ട. വേണ്ട മോനെ, ഒരു മമ്മി വന്നല്ലോ. ഇത് ചായ കുടിക്ക്. നീ മറ്റന്നാ പോവല്ലേ? ഈ ഉത്തർപ്രദേശ് എന്നൊക്കെ പറയണത് ജാതി ആൾക്കാരാ. എനക്കാണെങ്കിൽ ഭാഷ അറിയൂല. ഇവനാണ് BA മലയാളം. വീരാനെ, ഈ പൊര മമ്മികളെ കൊണ്ട് നിറയും. അല്ല, നമ്മൾ കാറായിട്ട് പോയാലോ? ഞാൻ വേറൊന്നും വിചാരിച്ച് പറഞ്ഞല്ലോ കേട്ടാ. അത് ഈ ഒറ്റയ്ക്കാണെങ്കിൽ പെട്ടുപോണൊരു നാടാ അത്. എൻ്റെ അനുഭവമാണ് പറഞ്ഞ. എവിടെ? ലക്നൗവിലേക്ക്. നിങ്ങൾ പോയിട്ടുണ്ടാ? ആ. ആരുടെ കൂടെ? എൻ്റെ വാപ്പാൻ്റെ കൂടെ. ശരിക്കും? സത്യം പറ. സത്യം, 1-2 വട്ടം പോയിട്ടുണ്ട്. സൂക്ഷിക്കണട്ടാ, വേണമെങ്കിൽ ആരെങ്കിലും കൂട്ടിക്കോ. ആ. പിന്നെ മോനെ, നാളെ ഞാൻ തിരിച്ചു പോകൂട്ടാ. എവിടേക്ക്? എങ്ങോട്ടേക്ക്? എൻ്റെ പുരയിലേക്ക്. വേണ്ട, പോണമെന്നില്ല. അങ്ങനല്ല ഹമീദ, എന്നെ ഞാൻ കുറേ കഷ്ടപ്പെടുത്തി. പോണം. എന്താണ് ആഴ്ച കാറിൽ? അത് ഓരോരോ പുരേ പോവുക. അമീത് പോലെ ബസ് സ്റ്റോപ്പിൽ ഇറക്കൂ. അൽഹംദുലില്ലാ, രക്ഷപ്പെട്ട്. ഹംസക്ക, ഞാൻ ഇറങ്ങട്ടാ. വീരാനെ നോക്കി പോണം മോനെ. എടാ, ഒരേ ഇറക്കാൻ പറഞ്ഞതല്ലേ? നിങ്ങൾ ഇന്നലെ പറഞ്ഞത് ശരിയാണോ? എന്ത്? നിങ്ങൾ ലക്നൌവിൽ പോയിട്ടുണ്ടെന്നുള്ളത്? പിന്നല്ലാണ്ട് സത്യം. ബസ് സ്റ്റോപ്പിലേക്കല്ല, വണ്ടി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടോ. ഓക്കെ. നിങ്ങൾക്ക് അപ്പോൾ ലക്നൗ ഒക്കെ നല്ല പരിചയമായിരിക്കും അല്ലേ? പിന്നെ എന്നാ ഒന്നും കൂടെ ലക്നൌവിൽ പോയാലോ? ആ, പോവാ. ആരെയാ നോക്കുന്നേ? ഇല്ല, എൻ്റെ ചെക്കൻ അങ്ങോട്ട് പോയി, കാണുന്നില്ലാതാ. ഞാൻ പോയി നോക്കണോ? ഇല്ല, വേണ്ട, വന്നോളൂ. എങ്ങടാ യാത്ര? ലക്നൗവിലേക്ക്. മോൻ അവിടെയാണോ ജോലി? ഇല്ല, ഒരാളെ കാണാൻ വേണ്ടിയിട്ട് പോണതാ. ആ, ഒറ്റ മോനായിരിക്കും അല്ലേ? ഈ ദുനിയാവിൽ ആകപ്പാട് എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ. വാഹമിതേ, ഇരിക്ക്. ഒരിടത്തിരി പറക്കണില്ല എനക്ക്. ഹമീദിന് ലക്നൗ ഒക്കെ പരിചയമുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാ. ഇറങ്ങിക്കോട്ടെ, എവിടെയെങ്കിലും വെച്ച് കാണാം. ഒരു മിനിറ്റ്, ഇതെൻ്റെ കാർഡാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ആ, വിളിച്ചോ. എന്നാ ശരി. പണ്ട് പൊന്നാനിന്ന്
ഈ നാട്ടിലേക്ക് പോവാന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ഹൈദറിനെ അവസാനമായിട്ട് കാണുന്നത്. അന്നേ മനസ്സിലുള്ള മോഹമായിരുന്നു എന്നെങ്കിലും ഒരിക്കൽ ഇവിടെ വരണം, ഹൈദറിനെ ഒന്ന് കാണണം എന്ന്. ഇപ്പം ഏതായാലും ഈ നാട്ടിലെത്തി. പക്ഷെ മൂപ്പര് പോയി. നല്ല പഴമയുള്ള സ്ഥലം അല്ലേ? നല്ല സ്ഥലം. നിങ്ങളിപ്പോ എന്താ പറഞ്ഞേ? എന്ത്? അപ്പൊ നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ല? ആര്? എവിടെ? അപ്പൊ നിങ്ങൾ എന്നെ പറ്റിച്ചാണല്ലേ? നിങ്ങൾ ഇപ്പൊ പറഞ്ഞോളൂ, ഞാൻ ഇപ്പൊ ടിക്കറ്റ് ബുക്ക് ചെയ്യും. നടക്കണ കാര്യം വല്ലതും പറ ഹമീദേ. അപ്പൊ നിങ്ങൾ നോണ വളർത്താണല്ലോ ഇവിടെ വരെ വന്നത്. ഏതൊക്കെ കയറി പോണേ? നിങ്ങൾ തിരിച്ചു പോ. നിങ്ങളുടെ ഇറങ്ങി പോടും. നിങ്ങളുടെ ഇറങ്ങി വന്നേ. നിന്ന് തിരിഞ്ഞു കളിക്കാൻ നിങ്ങൾ കയറി ഹമീദേ. എന്നെ പറ്റിച്ച് വലിയ ആളാവാൻ നോക്കണ്ട. अम्मी बुला रहे, बैठिए ना। सब बैठिए। कहाँ जाना साहब? താമസിക്കാനൊരു മുറി ഗർ എന്ന് പറഞ്ഞ വീടാണല്ലോ. ഒരു മിനിറ്റ്. ओ अच्छा, कमरा चाहिए साहब। കമല അല്ലേ? കമല അല്ല വനജ. ഈ ഹിന്ദിയും കൊണ്ട് വേണം ജീവിക്കാൻ. ഏതായാലും നിങ്ങളെക്കാളും വരാം. ചുപ്പ് പടച്ചോനെ കാത്തോണം. साहब ये है लॉज आपका। ഇറങ്ങ്. ഇതാണ് നിന്റെ കമല. 70 रुपए। എത്ര? 70। थैंक यू साहब, नमस्ते। എവിടെ? ഇവിടെയാണോ? എന്ത് ഗുഹയാ? അങ്ങോട്ട് പിടിക്കേ, അങ്ങോട്ട് പിടിക്കേ. संभालिए। हाँ भाई, मैंने आपको पैसे दे दिए थे ना। अरे चेक कीजिए ना। अच्छा ठीक है, ऐसा है, शाम को आके मिलता हूँ। ഡോറോ? അറിയാത്ത സ്ഥലത്ത് എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റൂല. ഏക് റൂം മതി. ഈ റൂമാ? അതിപ്പോഴല്ലേ അറിയണ. अभी तो खाली नहीं है, मैं कल की എന്ത് മുറിയാ മീതെ ഇത്? ഒരു എ സിയും കൂടി ഇല്ല. AC ശീലായി പോയിട്ടുണ്ടാവും അല്ലേ? വേറെ എന്തൊക്കെ വേണം നിങ്ങൾക്ക്? അല്ലാ, പോസ്റ്റ് കാർഡ് കണ്ടില്ലല്ലോ. നിങ്ങൾ കണ്ടില്ല? ആ കണ്ടിനി. വിശന്നപ്പോ ഞാൻ എടുത്ത് തിന്ന്. നിങ്ങൾ ഇപ്പൊ പറഞ്ഞോളൂ. ഇപ്പൊ പറഞ്ഞു വിടും, ഇപ്പൊ പറഞ്ഞു വിടും. അയ്യോ, പോസ്റ്റ് കാർഡ് പോയി. എങ്ങോട്ടേക്ക്? എങ്ങോട്ട് മാറി നിൽക്കും, ഞാൻ നോക്കട്ടെ. പടച്ചോനെ, അറിയാത്ത നാട്ടിൽ ഞാൻ ഇനി അവരെ എവിടെ പോയി കണ്ടുപിടിക്കാനാണ്? ഈ ആ ബാഗിലൊക്കെ ഒന്ന് നോക്ക്, കുത്തിയിരിക്കാണ്ട്. ഓ, ഇവിടെ ഒന്നും കാണില്ലല്ലോ. എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് അങ്ങ് തിരിച്ചു പോവല്ലേ? അതെ, വരാം. ഹിന്ദി പഠിച്ച സ്ഥിതിക്ക് നമുക്ക് 2 ദിവസം ഇടയ്ക്ക് ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് പോ. ഇതെന്താണ്ടാ, ബിരിയാണി ഉണ്ടാക്കാനാ? ഇതപ്പടി. ശിവേട്ടൻ അല്ല, കിട്ടിയാ? ശിവേട്ടൻ പറയല്ലേ? ഒരു മിനിറ്റ്, ഒരു പേപ്പർ എടുത്തോട്ടെ. ഒരു മിനിറ്റ് നോക്കി കണ്ടൊരു പേപ്പർ എടുത്തന്നേ. പറഞ്ഞു ശിവേട്ട. ആടാ, ഈ മൊഹത്തസം അസ്മത്തലി മെറ്റൽസോ ആന്റിക്സോ അങ്ങനെ എന്തോ ആണ്. ശിവേട്ടെങ്കിലൊന്നും മെല്ലെ പറ. മൊഹത്തസം അസ്മത്തലി അതല്ല, ഉറക്കെ നിർത്തി പറ. മൊഹത്തസം അസ്മത് അലി മൊഹത്തസം അസ്മത്തലി ആന്റിക്സ് ആൻഡ് മെറ്റൽസ്. ഓക്കെ, താങ്ക് യു ശിവേട്ട. ആ എടടാ, ഇപ്പം അതൊക്കെ അവിടെ ഉണ്ടോന്നൊന്നും അറിയത്തില്ല കേട്ടോ. അതൊക്കെ അവിടെ തന്നെ ഉണ്ടാവുന്നേ. താങ്ക് യു. ദേ കണ്ട, എന്റെ വാപ്പാന്റെ ഫ്രണ്ട് ഉണ്ട്. ഇനി ഞങ്ങളുടെ അവിടെ അന്വേഷിച്ചോളാം. നിങ്ങൾ എഴുതി എങ്ങോട്ടേക്കാ പോണേ? വാപ്പാന്റെ ഫ്രണ്ട് അടുത്തേക്ക് നിങ്ങൾ എടുത്താൽ മതി. പറ്റില്ല. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ കഴിയൂല. ഈ എവിടെ പോയാലും ഞാനും വരും. എന്നാ വാ. ഓരോ ഗുരുമാരും